ഇന്നൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. നമുക്ക് വെള്ളിയാഴ്ച വരെ നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഓർഡേഴ്സും, അതായത് പേയ്മെൻറ്റ് ചെയ്ത എല്ലാ ഓർഡേഴ്സും നമ്മൾ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിസീപ്റ്റ് നമുക്ക് DTDC കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ സെൻഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വെള്ളിയാഴ്ച വരെ നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക. പ്ലാൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ, വെള്ളിയാഴ്ചയും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഉടനെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അപ്പോൾ ആരുടെയെങ്കിലും വിട്ട് പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളിയാഴ്ച വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മെസ്സേജ് അയക്കുക. നമ്മളിതുവരെ, അതായത് ഈ ഞായറാഴ്ച വരെ എടുത്ത എല്ലാ ഓർഡേഴ്സും, പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഓർഡേഴ്സൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊരു ഇൻഫർമേഷനായിട്ട് കണക്കാക്കുക. റിസീറ്റ് കിട്ടുന്ന വരയ്ക്ക് നമ്മൾ അയച്ചു തരുന്നതാണ്. അതുപോലെ വെള്ളിയാഴ്ച വരെ പ്ലാൻസ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബാക്കി മുന്നോട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ റോസ് നടുന്ന സമയത്ത് നിങ്ങൾ സാഫൊക്കെ ഉപയോഗിക്കുക. അതുപോലെ ആ മണ്ണ് നേരത്തെ എന്ത് ചെയ്യുക, ചാമ്പലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കുമ്മായോ ഒക്കെ ഇട്ടിട്ട് ഒന്ന് ട്രീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ചെടിയൊക്കെ നടാനായിട്ട് നോക്കുക. കൂടുതൽ 50% മണലും 50% മണ്ണും ഇട്ട് എന്ത് ചെയ്യുക, നടാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ ഒന്ന് മണ്ണൊരുക്കാൻ പറയുന്നതിൻ്റെ കാരണം, ഈ നമ്മൾ ചാണകപ്പൊടിയൊക്കെ ചില സമയത്ത് ഇടും. അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻഫെക്ഷൻസ് വരാതിരിക്കാൻ, കീടങ്ങളൊക്കെ നശിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളത് പറയുന്നത്. മണ്ണൊരുക്കിയിട്ട് വേണം നടാനായിട്ടെന്ന് പറയുന്നത്. അതുപോലെ സാഫ് ഉപയോഗിക്കുക. ഫംഗിസൈഡൊക്കെ, ഫംഗസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാഫൊക്കെ ഉപയോഗിക്കാൻ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. അതുപോലെ ഇന്നലത്തെ വീഡിയോയിൽ സിംഗിൾ പീസൊക്കെ ആയിരുന്നു, അത് ആ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി. അപ്പം ആദ്യം വന്ന ആൾക്ക് തന്നെ നമ്മളെല്ലാം കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ബാക്കി വന്നവർക്കൊക്കെ സ്റ്റോക്ക് ഔട്ട് എന്ന് പറയേണ്ടി വന്നത്. അപ്പോൾ അടുത്ത് ഇതുപോലെ സിംഗിളായിട്ടുള്ള പീസ് വരുന്ന സമയത്ത് നമ്മളത് കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. അതിൻ്റെ ഒരു മിസ്റ്റേക്കായിരുന്നു, സിംഗിൾ പീസാണെന്ന് പറയാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ അതെല്ലാവരും ഒന്ന് കൺസിഡർ ചെയ്യണം. സിംഗിൾ പീസായിരുന്നു, അതുകൊണ്ടാണ് ബാക്കി വന്നവർക്ക് എല്ലാവർക്കും ഞാൻ സ്റ്റോക്ക് ഔട്ട് ഒന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊരു ഇൻഫർമേഷനായിട്ട് കണക്കാക്കുക. ഇനിയുള്ള വീഡിയോസിൽ സിംഗിൾ പീസ് ആണെങ്കിൽ സിംഗിൾ പീസ് എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോസ്. അപ്പോൾ എല്ലാ ആൾക്കാരും ഈ വീഡിയോ ഒന്ന് എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്